മലയാളത്തിൽ നിരവധി സ്റ്റൈലിഷ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അമൽ നീരദ് ആണെന്നതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ എത്താൻ വേണ്ടി നടന്മാർ പോലും കൊതിക്കുമ്പോൾ ആരാധകരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. അവരുടെ ഇഷ്ട താരങ്ങൾ അദ്ദേഹത്തിന്റെ ഫ്രെയിമിൽ ഗംഭീരമായി പ്രസന്റ് ചെയ്യപ്പെട്ടാൽ അത് ഏറ്റവും വലിയ ആഘോഷമാക്കി മാറ്റും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മമ്മൂട്ടി ആരാധകരും മോഹൻലാൽ ആരാധകരും തന്നെയാണ്, അവരുടെ സിനിമകൾ അമൽ നീരദിനൊപ്പം വരാൻ വേണ്ടി. എന്നാൽ അമൽ നീരദ് ഉടനെ തന്നെ അങ്ങനെ ചില സിനിമകളിലേക്ക് കടക്കാൻ പോകുന്നു എന്ന റൂമറുകൾ കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ നമ്മളെ കാത്തിരിക്കുന്നത് അതിലും ഗംഭീര ഒരു സംഭവമാണെന്ന് പറയേണ്ടതുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അമൽ നീരദിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് അമൽ നീരദ് ഒരു സൂര്യ സിനിമ കൂടി ഒരുക്കാൻ പോകുന്നു എന്നതാണ്. സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കൂട്ടുകെട്ടാണ് സൂര്യയുടെയും അമൽ നീരദിന്റെയും കൂട്ടുകെട്ട്. ഇരുവരും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. 2021 മുതൽക്കേ തന്നെ സൂര്യ അമൽ നീരദ് സിനിമയെക്കുറിച്ചുള്ള അഭിമുഖങ്ങളും റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സൂര്യയും അമൽ നീരദും ഒരുമിക്കുന്നത് ഒരു പ്രത്യേക തരം സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. തമിഴിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. സിനിമയുടെ ചിത്രീകരണം 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. അതേസമയം അമൽ നീരദും സൂര്യയും ഒരുമിക്കുന്ന ചിത്രം അതൊരു മമ്മൂട്ടി സിനിമയുടെ റീമേക്ക് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ സൂര്യ തന്നെ ഇതേക്കുറിച്ച് സൂചന നൽകിയിരുന്നു. കാതലിന്റെ പ്രൊമോഷനിടെ തന്റെ സിനിമ മൃഗയ സൂര്യക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് മമ്മൂട്ടിയും പറഞ്ഞിരുന്നു. അമൽ നീരദ് സൂര്യ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതായി സൗബിൻ ഷാഹിറും നേരത്തെ നൽകിയിരുന്ന അഭിമുഖത്തിൽ പരാമർശിക്കുകയുണ്ടായി. എല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ച സോഷ്യൽ മീഡിയ സൂര്യയും അമൽ നീരദും ചേർന്ന് മൃഗയ റീമേക്ക് ചെയ്യാൻ ആലോചിക്കുന്നു എന്ന അനുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഐ വി ശശി ഒരുക്കിയ സിനിമയാണ് മൃഗയ. മമ്മൂട്ടിയുടെ ഐക്കോണിക് സിനിമകളിൽ ഒന്നാണ് മൃഗയ. എന്നാൽ ചിത്രത്തിന്റെ റീമേക്ക് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. മൃഗയുടെ റീമേക്ക് ആണെങ്കിലും അല്ലെങ്കിലും സൂര്യ അമൽ നീരദും ഒരുമിക്കുക എന്നാൽ ആരാധകർക്ക് അത് വലിയ ആഘോഷം നൽകുന്ന വാർത്ത തന്നെയായിരിക്കും എന്നുറപ്പാണ്. സൂര്യയുടെ മലയാളത്തിലേക്കുള്ള എൻട്രി കൂടിയായി ഈ ചിത്രം മാറുമെന്നും ആരാധകരുടെ ആകാംക്ഷ വളർത്തുന്നു. റിപ്പോർട്ടുകളോട് സൂര്യയും അമൽ നീരദോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം സൂര്യയും അമൽ നീരദും ഒന്നിക്കുമ്പോൾ തന്നെ ഇങ്ങ് കേരളത്തിൽ അമൽ നീരദിനെ കൊണ്ടുവരാൻ പോകുന്നത് സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ്. മോഹൻലാൽ ഒറ്റയ്ക്കല്ല വരുന്നത്. മോഹൻലാൽ അമൽ നീരദിനെ കൊണ്ടുവരുമ്പോൾ മമ്മൂട്ടിയെ കൂടി എത്തിക്കുന്നു എന്നതാണ് ആ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചില സിനിമകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. ഒന്ന് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിൽ മറ്റൊന്ന് ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും കൈകൊടുക്കുന്ന ഒരു സിനിമയും സംഭവിക്കുന്നുണ്ട്. നേരത്തെ തന്നെ 2 പ്രൊഡക്ഷൻ ടീമുകൾ ഒന്നിക്കുന്ന കാര്യം ആന്റണി പെരുമ്പാർ അറിയിച്ചിരുന്നു, മമ്മൂട്ടി കമ്പനിയും ആശീർവാദും. ആ സിനിമ തന്നെയാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാറായിട്ടില്ല. പക്ഷേ ആശീർവാദ് അമൽ നീരദുമായിട്ട് കൈകൊടുക്കാൻ പോകുന്നുണ്ട്. അതിലേക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്താൻ പോവുകയാണ്. ആ സിനിമയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അമൽ നീരദുമായിട്ടുള്ള ഡിസ്കഷനിലാണ് എല്ലാവരും ഉള്ളത്. അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ഡിസ്കഷൻ എത്തിക്കഴിഞ്ഞു. ജനുവരി 25 ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ സൂചനകളായി എത്തിയിരിക്കുന്നത്. ജനുവരി 25 എന്ന് പറയുമ്പോൾ ആശീർവാദ് സിനിമാസിന്റെ 25 വർഷം തികയുന്ന അവസരമാണ്. അന്ന് ചില സിനിമകളുടെ അനൗൺസ്മെന്റുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഏതാണ്ട് 5 സിനിമകളുടെ അനൗൺസ്മെന്റുകൾ പ്രതീക്ഷിക്കാമെന്നാണ് റൂമറുകൾ പുറത്തു വന്നത്. ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ ഗംഭീര സിനിമകൾ, അതും ഞെട്ടിപ്പിക്കുന്ന ചില കോമ്പിനേഷനുകളൊക്കെ സംഭവിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒന്നാകാം അമൽ നീരദ് ഒരുക്കാൻ പോകുന്ന ഈ മോഹൻലാൽ മമ്മൂട്ടി ചിത്രമെന്നാണ് പ്രതീക്ഷ. എന്തായാലും അമൽ നീരദ് ഇങ്ങനെയൊരു പ്രോജക്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൊഡക്ഷൻ ഹൗസോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്നും ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനൊരു സംഭവം ഓൾറെഡി ഉണ്ട്. മോഹൻലാലൊക്കെ ഡേറ്റ് നേരത്തെ കൊടുത്തതാണ് അമലിന്. എന്തായാലും അമൽ നീരദ് ഒരുക്കുന്ന ഒരു മമ്മൂട്ടി ചിത്രവും ഒരു സൂര്യ ചിത്രവും ഒക്കെ അണിയറയിൽ സംഭവിക്കാൻ പോവുകയാണ്. അതിനിടയ്ക്കാണ് ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു അമൽ നീരദ് ചിത്രത്തിന്റെ സംഭവം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഫൈനൽ സ്റ്റേജ് ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഉടനെ ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം.